എൻ്റെ മകൻ റിപ്പോർട്ട് വാങ്ങിയിട്ട് അച്ഛന് ക്യാൻസറാണെന്ന് കുടലിൽ അവനപ്പം തന്നെ ഫോണിൽ കൂടിയിട്ട് പറഞ്ഞ് കരഞ്ഞു. നമ്മളെന്ത് ചെയ്യും അമ്മ? ഞാൻ ആകെ തകർന്നു പോയ അവസ്ഥയാണ്. എൻ്റെ ആഗ്രഹം എൻ്റെ ഭർത്താവിന് എനിക്ക് ജീവനോടെ വേണമെന്നാണ്. എൻ്റെ മകനും ജോലിക്ക് ഇറങ്ങുമ്പോൾ കരഞ്ഞും കൊണ്ടിറങ്ങിപ്പോകും, ഞാനും കരയും. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് കേൾക്കും, ഇനി എനിക്ക് അധിക ദിവസം ഇല്ല അല്ലേ എന്ന്. എൻ്റെ ഭർത്താവിന് പനിയുടെ പ്രയാസത്താലാണ് ആദ്യം ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ 7 ദിവസം കിടന്നു. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവരൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഭർത്താവിന് ഭയങ്കര വെപ്രാളവും തളർച്ചയും, കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. അവരവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ കൊണ്ടുപോയി അവിടെ 7 ദിവസം അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ മൂത്രത്തിൽ പഴുപ്പിൻ്റെ പ്രയാസമുണ്ട്, സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, സോഡിയത്തിൻ്റെ അളവ് കുറയുമ്പോൾ ജീവന് ആപത്തുണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്, നമുക്ക് പരിശ്രമിക്കാം എന്ന് പറഞ്ഞു. മരുന്നുകളെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എന്നിട്ട് ഈ വെപ്രാളവും തളർച്ചയൊന്നും മാറുന്നില്ല. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിനൊരു ജീവിതത്തിലേക്ക് ദീർഘായുസോടെ എനിക്ക് തിരിച്ചു തരാൻ അപ്പൻ്റെ ഹിതം അതാണ് എങ്കിൽ അങ്ങനെ ഭവിക്കട്ടെ. അല്ല, എൻ്റെ ആഗ്രഹം എൻ്റെ ഭർത്താവിന് എനിക്ക് ജീവനോടെ വേണമെന്നാണ്. എന്നാലും അപ്പൻ്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും അവിടെ നിന്ന് അവർ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് വിട്ടു. അങ്ങനെ 2 ആശുപത്രിയിലായിട്ട് 30 ദിവസം ആശുപത്രിയിൽ കിടന്നു. തിരിച്ച് വീട്ടിൽ പോയി. ഈ തളർച്ചയ്ക്ക് വെപ്രാളത്തിന് ഒരു കുറവുമില്ല, ആഹാരം ഒന്നും കഴിക്കൂല, ഭയങ്കര വിഷമം. അവരുടെ വെപ്രാളവും തളർച്ചയും കണ്ട് എൻ്റെ മകനും ജോലിക്ക് ഇറങ്ങുമ്പോൾ കരഞ്ഞും കൊണ്ടിറങ്ങിപ്പോകും, ഞാനും കരയും. കാരണം ആ അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് കേൾക്കും, ഇനി എനിക്ക് അധിക ദിവസം ഇല്ല അല്ലേ എന്ന്. അപ്പം ഞാൻ പറയാം, അങ്ങനെ പറയരുത്, എങ്കിൽ ഞാനിങ്ങനെ നിൽക്കുമോ എന്ന് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു. പക്ഷേ ദൈവം അടുത്ത വീട്ടിലെ ജോലിക്ക് വന്ന അടുത്ത വീട്ടിലെ ആ പയ്യൻ പണിയെടുത്ത് അടുത്തുള്ള ആൾ തരാം. അവനാണ്, ചേച്ചി എങ്ങനെയുണ്ട് അണ്ണൻ്റെ അസുഖങ്ങളൊക്കെ എന്ന് ചോദിച്ചു. ഇത് കേട്ടുകൊണ്ട് നിന്ന ഒരു ആളാണ് മഞ്ചക്കളത്തുനിന്ന് ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞ്, ഞാൻ ഒരു നമ്പർ തരാം, നിങ്ങൾ വിളിക്കുമോ, അവിടെ പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പറഞ്ഞു, ഞാൻ നമ്പർ ഉടനെ തന്നു, ഞാൻ എഴുതി വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവ് ചോദിച്ചു എന്തോന്നാണ് അത്, ഒരു നമ്പർ തന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ശാലോമിലേക്ക്. അപ്പം നീ വിളി. അപ്പം എൻ്റെ ഭർത്താവിന് അറിഞ്ഞൂടാ. ഇതിനിടയ്ക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഗ്യാസ്ട്രോയിലേക്ക് അവർ മാറ്റി. അപ്പോൾ അവർ സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്ത്, എല്ലാത്തിലും അവർക്ക് എന്താണ് അസുഖമെന്ന് മാത്രം തെളിയുന്നില്ല. അവസാനം അവർ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ കുടൽ പുണ്ണാണ് മൊത്തത്തിലായിപ്പോയി. എന്നിട്ട് അതിൽ നിന്ന് പത്തോളജി ലാബിലേക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തു തന്നു. അത് 2 ആഴ്ച കഴിഞ്ഞാണ് ആ റിപ്പോർട്ട് കിട്ടിയത്. അപ്പോഴാണ് അറിയുന്നത് കുടലിൽ ക്യാൻസറാണെന്ന്. ഞാൻ ആകെ തകർന്നു പോയ അവസ്ഥയാണ്. എൻ്റെ മകൻ റിപ്പോർട്ട് വാങ്ങിയിട്ട് അച്ഛന് ക്യാൻസറാണെന്ന് കുടലിൽ അവനപ്പം തന്നെ ഫോണിൽ കൂടിയിട്ട് പറഞ്ഞ് കരഞ്ഞു. നമ്മളെന്ത് ചെയ്യും അമ്മ? ഒരു പൈസയ്ക്ക് നിവർത്തിയില്ല, കാരണം ഒത്തിരി കടബാധ്യതയുടെ മധ്യത്തിലായിരുന്നു. എന്ത് ചെയ്യും അമ്മ എന്ന്. ഇല്ല മോനെ, ദൈവം എല്ലാത്തിനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് ഞാൻ മോനോട് പറഞ്ഞു. പക്ഷേ എൻ്റെ ഭർത്താവ് ചോദിച്ചു, എന്താ പറഞ്ഞത്? അത് കുടലിൽ പുണ്ണു കൂടിപ്പോയി. ഈ അസുഖം പറഞ്ഞില്ല എൻ്റെ ഭർത്താവിനോട്. ഞാൻ വീട്ടിൽ വന്നു ഈ പറഞ്ഞ് ഞാൻ ശാലോമിൽ വിളിച്ചു. അപ്പോൾ സിസ്റ്റർ ഫോൺ എടുത്തിട്ട് ഞാൻ കാര്യങ്ങളല്ല എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് അറിഞ്ഞൂടാ ക്യാൻസർ ആണെന്നുള്ളത്, അതുകൊണ്ട് ഭർത്താവിൻ്റെ അത് പറയാതെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ സിസ്റ്റർ എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ കൊടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, അതുവരെ ഉണ്ടായിരുന്ന ആ വെപ്രാളം, തളർച്ചകൾ, ക്ഷീണങ്ങളെല്ലാം ഒരുപാട് മാറ്റം ദൈവം തന്നു. രാത്രിയിലും പകലും ഉറക്കമില്ലാതെ സിറ്റ് ഔട്ടിൽ 2 കസേരയിട്ട്, ഒരു കസേരയിൽ ഇരിക്കും, മറ്റേ കസേരയിൽ കാലും എടുത്ത് വെച്ച് ചാരി ഇരിക്കുകയാണ് ചെയ്യുന്നത്. കിടക്കാൻ വയ്യാത്ത അവസ്ഥ. പക്ഷേ അന്നത്തെ രാത്രി എൻ്റെ ഭർത്താവ് സുഖമായി ഉറങ്ങി. അങ്ങനെ അത്ഭുതം. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ വരണം, പക്ഷെ എങ്ങനെ വരും? ഒരു വഴിയും ഇല്ല, ഒരു നിവർത്തിയും ഇല്ലാത്ത അവസ്ഥ. ആ ബസ്സിലൊന്നും കൊണ്ടുവരാൻ പറ്റൂല. അപ്പോൾ എങ്ങനെ വരുമെന്ന് ഒരാഴ്ചയായി, 2 ആഴ്ചയായിട്ട് ഒരു വഴിയുമില്ല. അപ്പോൾ എങ്ങനെ പോകുന്നു? എൻ്റെ ഭർത്താവും കേൾക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം ഒരു വഴി തുറന്നു തരും. അപ്പോൾ ദൈവം നമ്മൾ നോക്കി വന്ന ഒരാൾ കൊണ്ടുവന്ന് 500 രൂപ തന്നു. അപ്പോൾ ഒരു പയ്യൻ വന്ന് പറഞ്ഞു, ആൻറ്റി എവിടെയെങ്കിലും കൊണ്ടുപോകണ്ടേ അങ്കിളിനെ എന്ന് ചോദിച്ചു. ഞാൻ അപ്പം ആട്ടയിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഒരു നിവർത്തിയില്ല, അത് ഞാൻ കൊണ്ടുപോയി എന്ന് പോകണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു വ്യാഴാഴ്ച രാവിലെ ഇവിടെ വിളിച്ചിട്ട് ടോക്കൺ എടുത്തു, അവിടെ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു. ബ്രദർ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ആ വെപ്രാളങ്ങൾക്ക്, തളർച്ചയ്ക്കെല്ലാം ഒരു മാറ്റം ദൈവം തന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും
ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ്, ക്യാൻസറിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായി. ഡോക്ടർക്ക് പോലും അതിശയം. ഈ കുടൽപ്പുണ്ണ് മാറാതെ ഈ ക്യാൻസർ മാറൂല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ കുടൽപ്പുണ്ണ് മാറാതെ തന്നെ ക്യാൻസറിന് ദൈവം അത്ഭുത വിടുതൽ തന്നു. അതിനെത്ര തന്നെ ദൈവത്തിനും പ്രാർത്ഥിച്ച ബ്രദർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർമാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. ചിലപ്പോൾ രാത്രി 1 മണിക്ക് 2 മണിക്ക്, കാരണം ഇവർക്ക് ഉറക്കം വരില്ല. അപ്പോഴൊക്കെ പറയും നീ വിളി. അപ്പോൾ ഞാൻ പറയും അവരൊക്കെ ഉറങ്ങുന്ന സമയമായിരിക്കും, നീ വിളി, എന്നെ എനിക്കിത് കിടക്കാൻ പറ്റുന്നില്ല, നീ വിളി എന്ന് പറയും. ഞാൻ വിളിക്കും, പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതമായിട്ട് സൗഖ്യം തന്നു. പ്രാർത്ഥിച്ച സിസ്റ്ററിനും പ്രാർത്ഥിച്ച ബ്രദറിനും ഒക്കെ എത്ര പറഞ്ഞ നന്ദി പറഞ്ഞാലും മതി വരില്ല. പിന്നെ ഇവിടെ 3 ഹീലിംഗ് പ്രയറിന് വന്നു. ദൈവം അത്ഭുത സൗഖ്യം തന്നു. ഇന്ന് അതിൽ നിന്നെല്ലാം ഒരു മോചനം ദൈവം അവർക്ക് വിടുതൽ കൊടുത്തു. അപ്പോൾ ഓട്ടോയിൽ ബസ്സിൽ കയറി വരാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ ഭർത്താവ് ഇന്നിവിടെ സാക്ഷിക്ക് വരാത്തത്. അവർ വീട്ടിലിരുന്ന് കൊണ്ട് ഫോണിൽ കൂടെ ലൈവായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇവിടുത്തെ ആരാധന ലൈവായിട്ട് അവർ ഫോണിൽ കാണുകയാണ്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒന്നുകൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞു എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. ശക്തിയോടെ കരം ചേർത്തടിച്ച നല്ല ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. യേശു കർത്താവ് പറഞ്ഞൊരു ഭാഗമാണ്, ഈ തലമുറ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ വിശ്വസിക്കത്തില്ല. ആമേൻ, പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ സ്തുതിക്കുന്ന യേശു വെറും ഒരു പുസ്തകത്തിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു ദൈവമല്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ 40 എഴുത്തുകാർ പല കാലഘട്ടങ്ങളിൽ പല നൂറ്റാണ്ടുകളിൽ എഴുതിയ, എല്ലാവരും എഴുതിയപ്പോൾ ഒരേ സംഭവം എഴുതി. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട്. ഹല്ലേലൂയ. 40-ൽ പരം എഴുത്തുകാർ, 44 എഴുത്തുകാർ പല നൂറ്റാണ്ടിലാണ് ഓരോ പുസ്തകങ്ങൾ എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടെ വരുന്നുണ്ടോ? പക്ഷെ എഴുതിയപ്പോൾ അന്ന് നമ്മൾ ഫോണും യൂട്യൂബൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് ലെറ്റർ അയക്കാനുള്ള സംവിധാനം തന്നെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അന്ന് അമേരിക്ക ഉണ്ടോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, ഇന്ത്യ ഉണ്ടോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, ഇങ്ങനെ ഒരാളുണ്ടോ, ഇങ്ങനെ ഒരു ദേശമുണ്ടോ എന്ന് പോലും ആൾക്കാർക്ക് അറിഞ്ഞില്ല. പക്ഷേ പല ഭാഗത്തിൽ, ദേശത്തിൻ്റെ പല ഭാഗത്തിൽ ഇരുന്നു കൊണ്ട് 44 എഴുത്തുകാർ പല നൂറ്റാണ്ടുകളായിട്ട് എഴുതിയപ്പോൾ, എഴുതി വന്നപ്പോൾ എല്ലാവരും ഒരേ കാര്യം എഴുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനത്തെ പറയുന്നത് വിശ്വസിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വചനം തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ദൈവം സത്യവും ജീവിക്കുന്നവനുമാണ്. ഹല്ലേലൂയ. പക്ഷേ പലരും വിചാരിക്കുന്നത് ബൈബിളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നവനാണ് ദൈവം. ഇല്ല, ഇന്നൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ടാണ് നിൽക്കുന്നത്. ആമേൻ. എഴുന്നേറ്റ് നടക്കുവാനൊന്നും കഴിയാതെ വണ്ണം വെപ്രാളപ്പെട്ട് പിടയുന്ന അവസ്ഥയിൽ ക്യാൻസർ എന്ന ഒരു ക്രൂര രോഗം തൻ്റെ ഹസ്ബൻഡിനെ കൊന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നപ്പോൾ, ആശുപത്രി പോലും തൻ്റെ പേര് വെട്ടി ഇനി രക്ഷയില്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്തിൽ അവൻ ആശ്രയിച്ച ഒരു സ്ഥലമുണ്ട്. ആമേൻ. മനുഷ്യന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ആമേൻ വലിയ അത്ഭുത പ്രവൃത്തികളെ അയക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധി. ആമേൻ, ഹല്ലേലൂയ. അത്ഭുതം എന്ന് പറയട്ടെ, ആമേൻ. ഓരോ പ്രാർത്ഥനയിലും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ട്രിപ്പ് ഇടേണ്ടി വന്നില്ല. ആമേൻ, ആമേൻ. മെഡിസിൻ എടുക്കേണ്ടി വന്നില്ല. ഒറ്റ പ്രാർത്ഥനയിൽ തന്നെ വെപ്രാളം മാറുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രയർ ടവറിൽ വരുന്നു. ആമേൻ. ഒറ്റ പ്രാർത്ഥനയിൽ തന്നെ എന്നേക്കുമായ വെപ്രാളവും പരവേശവും ആ ഒരു അസ്വസ്ഥത സമ്പൂർണ്ണമായി മാറുന്നു. പ്രയർ ടവറിൽ ഞങ്ങൾക്ക് ഡ്രിപ്പിൻ്റെ ഫെസിലിറ്റി ഇല്ല, അവിടെ നേഴ്സുമാരില്ല, അറ്റൻഡേഴ്സ് ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അടുത്ത അത്ഭുതകരമായി പറഞ്ഞത് ഇപ്രകാരമാണ്. 3 ഹീലിംഗ് പ്രയറിൽ അവർ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ടെസ്റ്റിനായി പോയപ്പോൾ ഡോക്ടർ പോലും പറഞ്ഞത് ഈ പുണ്ണ് മാറാതെ ക്യാൻസർ മാറത്തില്ല, അല്ല ക്യാൻസർ മാറുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട, ഇനി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ പേര് വെട്ടിക്കളഞ്ഞത്. പക്ഷേ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവൻ അസാധാരണത്തെ ദൈവം സാധാരണമാക്കി മാറ്റി. അവൻ നടക്കത്തില്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയതിനെ ദൈവം സാധ്യമാക്കി മാറ്റിക്കൊണ്ട് റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ് വന്നത്. ആ മകന്റെ ആ ബ്രദറിന്റെ ശരീരത്തിൽ ക്യാൻസറേ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനേക്കാളും വലുതായിട്ട് താൻ അവസാനം ഒരു കാര്യം പറയും, തൻ്റെ ഹസ്ബൻഡിൽ നിന്ന് വരാൻ പറ്റിയില്ല, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ യൂട്യൂബിലൂടെ കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഇതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് പറഞ്ഞു, ചിലരൊക്കെ ക്രിട്ടിസൈസ് ചെയ്തു, ഇവന്മാരൊക്കെ ക്യാമറയുടെ മുമ്പിൽ മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ, ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കത്തില്ല എന്ന്.
പക്ഷെ ഇന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങനെയൊന്നും അല്ല. ആമേൻ. ദൈവം നമുക്ക് എല്ലാ തരത്തിലും ശുശ്രൂഷിക്കാൻ അവസ്ഥ തന്നതിൽ ഒന്നാണ് ആമേൻ ഇതുപോലെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുവാനേ കഴിയാതെ വണ്ണം കിടക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവർക്കും ദൈവ സ്നേഹം ഭവനങ്ങളിൽ എത്തിക്കുന്ന ഒന്നാണ് മന്നാ TV എന്ന പ്രവർത്തനം. ഹല്ലേലൂയ. അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. 15 ലക്ഷം രൂപയാണ് ഓരോ മാസം അതിനു വേണ്ടി ചെലവിടുന്നത്. പക്ഷേ ഞങ്ങൾക്കതിൽ ആമേൻ പ്രയാസവും പരിഭവവും ഇല്ല. കാരണം അനേകായിരങ്ങൾക്ക് ആമേൻ ഒരല്പം ദൈവസ്നേഹമെങ്കിലും ഒരല്പം ആശ്വാസമെങ്കിലും എത്തിക്കുവാനേ കഴിയുന്നെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. സർവ്വലോകം നേടിയാലും എന്ത്, ഒരാത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, അങ്ങനെയെങ്കിൽ ഇന്ന് 15 ലക്ഷം എന്നത് ഞങ്ങൾക്ക് വലുതല്ല. ഒരാത്മാവിനെങ്കിലും നേടുവാനേ കഴിയുന്നെങ്കിൽ അതൊരു വലിയ കാര്യമായി കാണുന്നു. ഹല്ലേലൂയ. ആരാ അത്ഭുതം പ്രവർത്തിച്ചത് സിസ്റ്ററേ? ദൈവം, ജീവനുള്ള ദൈവം.